ആദരണീയ സഭാപതിജി, ഇന്നലെ നമ്മുടെ സുരക്ഷാ സൈന്യം ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ പഹൽഗാമിലെ തീവ്രവാദികളെ ഇല്ലാതാക്കി. പക്ഷേ എനിക്ക് അതിശയം തോന്നുന്നു, ഇന്നലെ ഇവിടെ ചിലർ അട്ടഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഇന്നലെ നിങ്ങൾ കൊന്നു എന്ന്. ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നതേയില്ല. ഇതുപോലൊരു ഓപ്പറേഷൻ നടത്തുമ്പോൾ ഏതാണ്ട് സമയം കഴിച്ചിട്ടാണോ അതൊക്കെ ചെയ്യുന്നത്? ഇവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവരുടെ ദൗർബല്യവും നിരാശയും ഇത്ര ഗതികേടിലാക്കിയിട്ടുണ്ടോ അവരെ? അതിന് സഭാപതിജി, കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ ഓക്കെ, പക്ഷെ പഹൽഗാമിലെ തീവ്രവാദികൾ നിങ്ങൾ എന്ത് ചെയ്തു? അവരെ പിടിക്കാൻ പറ്റിയോ? അവരെ കൊല്ലാൻ പറ്റിയോ? പക്ഷെ പിടിച്ചു കൊന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇന്നലെ ചെയ്തു എന്നായി ചോദ്യം. ഇന്നലെ തന്നെ എങ്ങനെ കൊല്ലാൻ പറ്റി? അതിന് അധ്യക്ഷജി, എന്തൊരവസ്ഥയാണ് ഇവരുടേത്. എനിക്ക് സഹതാപം തോന്നുന്നു. ആദരണീയ സഭാപതിജി, നമ്മുടെ പൗരാണിക ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണത്: ശസ്ത്രേണ രക്ഷിതേ രാഷ്ട്ര, ശാസ്ത്ര ചർച്ച പ്രവർത്തതേ. ആദരണീയ സഭാപതിജി, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? എപ്പോഴാണോ ഒരു രാജ്യം ആയുധങ്ങളാൽ സുരക്ഷിതമാകുന്നത്, അപ്പോൾ മാത്രമേ ആ രാജ്യത്ത് ശാസ്ത്രത്തിനും സയൻസിനും അറിവിനും വളർച്ച ഉണ്ടാകുകയുള്ളൂ എന്ന്. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, അതിർത്തിയിൽ നമ്മുടെ സൈന്യം എത്രത്തോളം ശക്തമായിരിക്കുന്നോ അതിനനുസരിച്ച് ആ രാജ്യത്തിൻ്റെ ജനാധിപത്യവും പ്രഹരശേഷിയുള്ളതായിരിക്കും. അതിനാണ് സഭാപതിജി, ഓപ്പറേഷൻ സിന്ദൂർ എന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ ഭാരതത്തിലെ സൈനിക മേഖലയിൽ നടത്തിയ നവീകരണത്തിൻ്റെ കൂടി ഉദാഹരണമാണ്. ഇത് വെറുതെ അങ്ങ് സംഭവിച്ച ഒന്നല്ല. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിൻ്റെ സൈന്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പോഴും ഞാൻ സ്വയം പര്യാപ്ത ഭാരതം എന്ന് പറയുമ്പോൾ അതിനെ ഇവർ പരിഹസിക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്ന ഈ സ്വയം പര്യാപ്ത ഭാരതം എന്ന ആത്മനിർഭർ ഗാന്ധിജിയുടെ വാക്കാണ്. ഓരോ ആയുധ കരാറിലും കോൺഗ്രസ് അവർക്ക് എന്ത് കിട്ടും എന്നാണ് ചിന്തിച്ചത്. ചെറിയ ചെറിയ ആയുധങ്ങൾക്ക് പോലും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുകയായിരുന്നു ഇവരുടെ രീതി. എന്തിന്? നമ്മുടെ സൈനികർക്ക് വേണ്ട വിധത്തിൽ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളോ നൈറ്റ് വിഷൻ ക്യാമറകളോ പോലും ഉണ്ടായിരുന്നില്ല. സൈനിക മേഖലയിൽ അവരുടെ അഴിമതി കഥകൾ പറയാനാണെങ്കിൽ വലിയ ലിസ്റ്റുണ്ട്. ജീപ്പ് മുതൽ ബൊഫോഴ്സ് മുതൽ ഹെലികോപ്റ്റർ വരെ എത്ര എണ്ണം. എന്ത് കരാറെടുത്താലും അതിൽ കോൺഗ്രസിൻ്റെ അഴിമതി കഥ മാത്രമേ പറയാനുള്ളൂ. ആദരണീയ സഭാപതിജി, നമ്മുടെ സൈന്യത്തിന് അത്യാധുനിക യുദ്ധസാമഗ്രികൾ ലഭിക്കാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു, ദശകങ്ങളോളം. ആദരണീയ സഭാപതിജി, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ലോകത്തിലാകെ ആയുധങ്ങൾ കൊടുത്തിരുന്ന ഒരു ചരിത്രം ഭാരതത്തിനുണ്ടായിരുന്നു. വാളുകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന കാലത്ത് പോലും ഭാരതത്തിൽ നിർമ്മിച്ചിരുന്ന വാളുകൾക്കായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു ചരിത്രവും നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാരതത്തിന് വേണ്ട യുദ്ധസാമഗ്രികളെങ്കിലും ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ആയുധ നിർമ്മാണ മേഖല, അതിനുള്ള അവസരം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ചില ആളുകൾ മനഃപൂർവ്വം ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. കാരണം ചിലർക്ക് ഭാരതത്തിൻ്റെ സൈന്യത്തെ ദുർബലമാക്കണമായിരുന്നു. റിസർച്ച് ആൻഡ് മാനുഫാക്ചറിംഗ് മേഖലയിലുള്ള എല്ലാ പരീക്ഷണങ്ങളും അവസാനിപ്പിക്കുകയാണ് അവർ ചെയ്തത്. അതിനുള്ള വഴി അവർ ഒരുക്കിയില്ല. അതിനാണ് സഭാപതിജി, എനിക്കിവിടെ പറയുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ആ പഴയ കാലത്തെ രീതിയാണ് തുടർന്നു പോയിരുന്നതെങ്കിൽ ഈ 21ാം നൂറ്റാണ്ടിൽ ഭാരതം എത്രയോ പിന്നിലേക്ക് പോകുമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. ഒരു സൈനിക നീക്കം ആവശ്യം വന്നാൽ നമുക്ക് ചിന്തിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. നമുക്ക് യുദ്ധസാമഗ്രികൾ പൂർണ്ണമായി തികയുമോ? ആയുധം എവിടെ നിന്ന് കിട്ടും? യുദ്ധത്തിനിടയിൽ ആയുധം തീർന്നു പോകുമോ? യുദ്ധസാമഗ്രികൾക്ക് നമ്മൾ എന്ത് ചെയ്യും? സമയത്ത് ആയുധങ്ങൾ ലഭിക്കുമോ? ഇത്തരം ടെൻഷൻ അനുഭവിച്ചിരുന്ന കാലമുണ്ടായിരുന്നു എൻ്റെ ആദ്യ കാലത്ത് പോലും. അതിന് സഭാപതിജി, കഴിഞ്ഞ 10 വർഷത്തിൽ മേക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങൾ ഉണ്ടാക്കി നമ്മുടെ സൈന്യത്തിന് നൽകാൻ നമുക്ക് കഴിഞ്ഞു.
അത് സൈന്യത്തിന് ലഭിച്ചു. അത് സൈന്യം ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും വളരെ കൃത്യമായി ഉപയോഗിച്ചു. അതിൻ്റെ ഗുണവും നമുക്കുണ്ടായി. അതിനിടെ സഭാപതിജി 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൃഢനിശ്ചയമെടുത്തു. നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം സുശക്തമാകണം, സ്വയം പര്യാപ്തമാകണം, ഒപ്പം ആധുനികവുമാകണം. ആഭ്യന്തര സുരക്ഷയ്ക്കും അതിർത്തിയിലെ സുരക്ഷയ്ക്കും വേണ്ടി നമ്മൾ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. നിരന്തരമായ റിഫോംസിലൂടെയാണ് ഈ മാറ്റം നമുക്ക് സാധ്യമാക്കാനായത്. അതിന് സഭാപതിജി, കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായതുപോലെ സൈനിക മേഖലയിൽ ഒരു റിഫോം, ഒരു നവീകരണം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ നിയമനം, ആ ചിന്ത എന്നത് പുതിയൊന്നായിരുന്നില്ല, കാലങ്ങളായി ചർച്ച ചെയ്തിരുന്നതാണ്. ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഈ രീതി ഉണ്ട്. 3 സേനകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരാൾ, അത് എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ്. ഭാരതത്തിലും അത്തരം ചിന്തകളുണ്ടായിരുന്നു. പക്ഷേ നടപ്പിലാക്കാൻ ഇവർക്ക് പറ്റിയില്ല. ഞങ്ങൾ നടപ്പിലാക്കി. എനിക്ക് ഭാരതത്തിലെ 3 സൈന്യത്തോടും തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. അവർ ഹൃദയം കൊണ്ടാണ് ആ തീരുമാനം സ്വീകരിച്ചത്. അവരൊത്തൊരുമയോടെ എനിക്കൊപ്പം നിന്നു. ഒരു സൈനിക ശേഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ സേനകളും തമ്മിലുള്ള ഇൻ്റഗ്രേഷൻ. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും 3 സേനകൾ തമ്മിലുള്ള കൃത്യമായ ഇൻ്റഗ്രേഷൻ നമ്മുടെ ഓപ്പറേഷനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സൈനിക ശേഷി ഇരട്ടിയിലധികമാക്കുകയാണ് കൃത്യമായ ഏകോപനത്തിലൂടെ. ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾ ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടായിരുന്നു സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ. അതിലും ഞങ്ങൾ വലിയ മാറ്റങ്ങൾ വരുത്തി. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ആയുധ നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയപ്പോൾ അവിടെയും ഇവർ തീ കത്തിക്കാനും സമരം ചെയ്യാനും ഹർത്താൽ നടത്താനും ഒക്കെ ശ്രമിച്ചു. പക്ഷേ ഇവരുടെ ഒരു കളിയും വിലപ്പോയില്ല. ഭാരതത്തിൻ്റെ ദേശഹിതത്തിനു വേണ്ടി ആയുധ നിർമ്മാണ മേഖലയിലെ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ഒത്തൊരുമയോടെ നമുക്കൊപ്പം നിന്നു. ഇന്ന് ഭാരതത്തിൻ്റെ ആയുധ നിർമ്മാണ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനം വലിയ പ്രൊഡക്ടിവിറ്റി നേടിയെടുക്കുന്നു. അതുമാത്രമല്ല, ഭാരതത്തിലെ ഡിഫൻസ് സെക്ടർ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനവും ഞങ്ങളെടുത്തു. അതിൻ്റെ ഭാഗമായി ഈ രാജ്യത്ത് വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തെ 27-30 വയസ്സുള്ള ചെറുപ്പക്കാർ ഡിഫൻസ് സെക്ടറുകളിൽ സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നു. ഹൈടെക് നഗരങ്ങളിലല്ല, അങ്ങ് ടയർ 2, ടയർ 3 നഗരങ്ങളിലെ ചെറുപ്പക്കാർ വരെ. പല സ്ഥലങ്ങളിലും നമ്മുടെ ഭാരതത്തിലെ സഹോദരിമാർ, യുവതികൾ ഡിഫൻസ് സെക്ടറിലെ സ്റ്റാർട്ടപ്പുകൾക്ക് നേതൃത്വം നൽകുന്നു. 100 കണക്കിന് ഭാരതീയ യുവതി യുവാക്കൾ ഇന്ന് ഡിഫൻസ് സെക്ടറിൽ പോലും സ്റ്റാർട്ടപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്നു. ഉദാഹരണം ഡ്രോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡ്രോൺസ് ഏതൊക്കെ രീതിയിലാണ് ഭാരതത്തിലെ യുവാക്കൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആകില്ല. 30-35 വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഡ്രോൺസ് മേഖലയിൽ ഭാരതത്തെ ലോകത്തിൽ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ചെറുപ്പക്കാരുടെ ഈ സ്റ്റാർട്ടപ്പുകൾ അവരുടെ കരുത്തും അവരുടെ സ്ഥിരോത്സാഹവും ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും നമുക്ക് ഒരുപാട് ഗുണമുണ്ടാക്കിയിട്ടുണ്ട്, നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഈ സമയത്ത് അവരെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അവർക്ക് അഭിനന്ദനം നേരുന്നു. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകൂ, ഞങ്ങൾ ഈ രാജ്യം കൂടെയുണ്ട് എന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത്. ആദരണീയ സഭാപതിജി, പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറും മുദ്രാവാക്യം മാത്രമായിരുന്നില്ല. ഞങ്ങൾ അതിനുവേണ്ട ബജറ്റും നൽകി. ഒപ്പം പോളിസികളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും ചെയ്തു. പുതിയ ഇനിഷ്യേറ്റീവുകൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനേക്കാളും അപ്പുറം ഒരു കൃത്യമായ വിഷൻ പ്ലാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മേക്ക് ഇൻ ഇന്ത്യ ഇന്ന് പ്രതിരോധ മേഖലയിൽ നമ്പർ 1 നിലനിൽക്കുന്നത്. ആദരണീയ സഭാപതിജി, കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രം പ്രതിരോധ ബജറ്റിനു വേണ്ടി കേന്ദ്രം നീക്കിവെച്ചിരിക്കുന്ന തുക മുൻകാലങ്ങളെ അപേക്ഷിച്ച് 3 ഇരട്ടിയിലധികമാണ്. ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ ഉൽപ്പാദനമുണ്ടല്ലോ, അത് 250% വർദ്ധിച്ചിരിക്കുന്നത്. 250% വർധനവ്. കഴിഞ്ഞ 11 വർഷത്തിൽ പ്രതിരോധ മേഖലയുടെ കയറ്റുമതി മറ്റു രാജ്യങ്ങൾക്ക് ആയുധം നൽകുന്നത് 30% വർധനവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 30% വർധനവ്. നോക്കൂ ആദരണീയ സഭാപതിജി, താങ്കൾക്ക് പോലും അതിശയമുണ്ടാകും. ഇന്ന് ഭാരതം ഏതാണ്ട് 100-ലധികം രാജ്യങ്ങളിലേക്ക് ഭാരതം ആയുധ കയറ്റുമതി നടത്തുന്നു, ആയുധം വിൽക്കുന്നു. ആദരണീയ സഭാപതിജി, മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ നമ്മുടെ വിജയമുണ്ടല്ലോ, ആ വിജയം എന്ന് പറയുന്നത്
ആഗോള പ്രതിരോധ ആയുധ മേഖലയിൽ ഭാരതത്തിൻ്റെ പതാക ഉയരത്തിലേക്ക് പറക്കാൻ കൂടി സഹായിച്ചിട്ടുണ്ട്. ഭാരതം നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് ഇന്ന് ആവശ്യക്കാർ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനിടെ സഭാപതിജി, അത് കാരണം നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരുണ്ടാക്കിയ ആയുധങ്ങൾക്ക് ഇന്ന് ലോക മാർക്കറ്റിൽ ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർക്കും ഉണ്ടാകും. അതിലെനിക്ക് സന്തോഷമുണ്ട്. അതിനിടെ സഭാപതിജി, പ്രതിരോധ മേഖലയിൽ ഭാരതം സ്വയം പര്യാപ്തമാകുമ്പോൾ ചില ആളുകൾക്ക് വിഷമമുണ്ടാവുകയാണ്. കാരണം അവർ വിദേശത്ത് നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത് പണം സമ്പാദിച്ചിരുന്ന ഒരു വഴി ഞാൻ അടയ്ക്കുകയാണ്. അതിലവർക്ക് വിഷമമുണ്ടാകും. രാജ്യം തീർച്ചയായും ഇത്തരക്കാരെ മനസ്സിലാക്കുക തന്നെ വേണം. അതിനിടെ സഭാപതിജി, ഞാൻ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ആയുധ മത്സര ലോകത്ത് ഭാരതം ആയുധ മേഖലയിൽ സ്വയം പര്യാപ്തമാകേണ്ടത് ലോക സമാധാനത്തിന് കൂടി അത്യാവശ്യമാണ്. കാരണം ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഭാരതം ഒരിക്കലും യുദ്ധത്തിൻ്റെ ഭൂമിയല്ല, ബുദ്ധൻ്റെ ഭൂമിയാണ്. നമ്മളെപ്പോഴും സമൃദ്ധിയും ശാന്തിയും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം, ഏതൊരു രാജ്യത്തിലും ശാന്തിയും സമൃദ്ധിയും ഉണ്ടാകാൻ അവൻ ശക്തനായിരിക്കുകയും വേണം. ഭാരതം ശക്തമായിരിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് അത്യന്താപേക്ഷിതവുമാണ്. അതിന് സഭാപതിജി, നമ്മുടെ ഭാരതം ഛത്രപതി ശിവാജി മഹാരാജിനെ പോലെ, മഹാരാജ രഞ്ജിത് സിംഗിനെ പോലെ, രാജേന്ദ്ര ചോളനെ പോലെ, മഹാറാണ പ്രതാപിനെ പോലെ, മഹാരാജ സുഹൽദേവ് പോലെ നിരവധി പ്രഗത്ഭന്മാരുടെ നാടാണ്. അതിന് സഭാപതിജി, നമ്മളെന്നും വികസനത്തിനും സമൃദ്ധിക്കും ശാന്തിക്കും വേണ്ടി ശക്തനായിരിക്കാനും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യും. പ്രതിപക്ഷത്തിരിക്കുന്ന ഈ കോൺഗ്രസ് ഉണ്ടല്ലോ, അവർ ഭരിക്കുമ്പോഴാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണെങ്കിലും ഭാരതത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് യാതൊരു വിഷനുമില്ല. അത് മുൻപും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ അങ്ങനൊരു കാര്യം അവരുടെ ചിന്തകളിൽ പോലുമില്ല. കോൺഗ്രസ് എല്ലാ കാലത്തും നാഷണൽ സെക്യൂരിറ്റിയിൽ വീഴ്ചകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിന് സഭാപതിജി, ഇന്ന് ഈ സഭയിൽ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, POKയ്ക്ക് എന്ത് സംഭവിച്ചു, POK എന്തുകൊണ്ട് തിരിച്ചു പിടിച്ചില്ല എന്ന്. തീർച്ചയായും ശരിയാണ്. അവർക്ക് ഈ കാര്യം എന്നോട് മാത്രമേ ചോദിക്കാൻ കഴിയുള്ളൂ. കാരണം അവരിലാർക്കും അതിനുള്ള കഴിവുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഈ ചോദ്യം ചോദിച്ചവരോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. POK പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ അവസരം നൽകിയതാരാണ്? ഉത്തരം വളരെ വ്യക്തമാണ്. ഉത്തരം എല്ലാവർക്കും അറിയാം. നോക്കൂ അതിന് സഭാപതിജി, ഞാൻ എപ്പോഴൊക്കെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു അപ്പോഴൊക്കെ പ്രതിപക്ഷം ബഹളം വയ്ക്കാൻ തുടങ്ങും. കാരണം അവർ ആടി ഉലയുകയാണ്, ഭയക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം തുടർച്ചയായി വർഷങ്ങളോളം ഭാരതം ഭരിക്കാൻ അവസരം ലഭിച്ച ഒരാൾ വരുത്തിയ വീഴ്ചകളെക്കുറിച്ച് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അക്സായ് ചിന്നിനെ കുറിച്ച്. ചൈന പിടിച്ചെടുത്ത അക്സായ് ചിൻ പ്രദേശം മുഴുവൻ ഭാരതത്തിന് ആവശ്യമില്ലാത്ത മരുഭൂമിയാണ് എന്ന് പറഞ്ഞിരുന്നു ഒരാൾ. 38,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി തരിശു ഭൂമിയാണ്, നമുക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് ശത്രുവിന് വെറുതെ കൊടുത്തു. ആദരണീയ സഭാപതിജി, 1962-നും 63-നും ഇടയിൽ കോൺഗ്രസിന്റെ നേതാവ് ജമ്മു കാശ്മീരിലെ പൂഞ്ച്, ഉറി, നീലംവാലി പിന്നെ കിഷൻ നങ്കയും ഭാരതത്തിന് ആവശ്യമില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന ഇറക്കി. ഭാരതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് പ്രസ്താവന ഇറക്കി. അതും ലൈൻ ഓഫ് പീസിന്റെ പേരിലാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. ലൈൻ ഓഫ് പീസിന്റെ പേരിൽ 1966 റാൻ ഓഫ് കച്ചിൽ ഇതേ കോൺഗ്രസിന്റെ ആളുകൾ മധ്യസ്ഥത സ്വീകരിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറായി. ഇതായിരുന്നു അവരുടെ ദേശസുരക്ഷാ പോളിസി. കഴിഞ്ഞില്ല ആഭരണ സഭാപതിജി. പിന്നീട് ഒരിക്കൽ 800 സ്ക്വയർ കിലോമീറ്റർ ഭൂമി കൂടി പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ ഇതേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ചെയ്തു. അതിൽ ഛടാബേഡുമുണ്ടായിരുന്നു. 1965 സംഘർഷ സമയത്ത് ഹജ്പീർ പാസ് നമ്മുടെ സൈന്യം വീണ്ടെടുത്തതാണ്. പക്ഷേ ഇതേ കോൺഗ്രസ്, ഇപ്പോൾ ദേശസുരക്ഷയെ പറ്റി പറയുന്ന ഇതേ കോൺഗ്രസ്
നമ്മുടെ സൈന്യം പിടിച്ചെടുത്ത പ്രദേശം കൂടി തിരിച്ചു വിട്ടുകൊടുത്തു. കഴിഞ്ഞില്ല. 1971 പാകിസ്ഥാന്റെ 90,000-ലധികം സൈനികർ നമ്മുടെ സൈന്യത്തിൻ്റെ തടവിലായിരുന്നു, ബന്ദികളായിരുന്നു. പാകിസ്ഥാന്റെ ആയിരക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ മേഖല നമ്മുടെ സൈന്യം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു ആ അവസരത്തിൽ. കാരണം നമ്മുടെ സൈന്യം വിജയിച്ചു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാമായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കനുസരിച്ച് നമുക്ക് എന്ത് തീരുമാനം എടുക്കാമായിരുന്നു. ആ സമയത്ത് രാജ്യം ഭരിക്കുന്നവർക്ക് ചെറിയൊരു വിഷനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, രാജ്യത്തെക്കുറിച്ച് ചെറിയൊരു ചിന്തയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ POK നമ്മുടെ സ്വന്തമാക്കാൻ കഴിയുമായിരുന്നു. ലഭിച്ച അവസരങ്ങൾ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതിന് ശേഷമാണ് ഇവിടെ അപ്പുറത്തിരുന്നവർ എന്നോട് ചോദ്യം ചോദിക്കുന്നത്. അതിന് സഭാപതിജി, എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, കുറഞ്ഞപക്ഷം കർത്താർപൂർ സാഹിബ് ഇടനാഴിയെങ്കിലും നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നില്ലേ? അതുപോലും ഇവർ ചെയ്തില്ല. 1974 ശ്രീലങ്കയ്ക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ പടിഞ്ഞാറെ അതിർത്തിയിലുള്ള കച്ചത്തീവ് ദ്വീപ് ഗിഫ്റ്റായി നൽകിയവർ. ഇന്നും നമ്മുടെ രാജ്യത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് അത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകാൻ കാരണം ഈ തെറ്റായ തീരുമാനമാണ്. കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൊടുത്തതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? ദോഷമല്ലാതെ. തമിഴ്നാട്ടിലെയും മത്സ്യത്തൊഴിലാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. നോക്കൂ അതിന് സഭാപതിജി, ഇതിനേക്കാൾ ഭയാനകമായ ഒരു കാര്യം കൂടിയുണ്ട്. വർഷങ്ങളായി കോൺഗ്രസിന്റെ മനസ്സിലുള്ള പദ്ധതി എന്നത് സിയാറ്റിൽ നിന്നും നമ്മുടെ സൈനികരെ പിൻവലിക്കുക എന്നതായിരുന്നു. 2014 രാജ്യത്തെ ജനങ്ങൾ ഇവർക്ക് വീണ്ടും ഭാരതം ഭരിക്കാനുള്ള അവസരം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് തീർച്ചയായും സിയാച്ചിൻ പോലും നമ്മുടെ ഭൂപ്രദേശത്തിന്റെ ഭാഗമായി ഉണ്ടാകില്ലായിരുന്നു. അതും ഇവർ വിട്ടുകൊടുക്കുമായിരുന്നു. ആദരണീയ സഭാപതിജി, ഇന്നും ഇന്നലെയുമായി കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഞങ്ങളെ ഡിപ്ലോമസി പഠിപ്പിക്കുകയാണ്. ഡിപ്ലോമസി എങ്ങനെയായിരിക്കണമെന്ന് ക്ലാസ് എടുക്കുകയാണ്. ഞങ്ങൾക്ക് ഡിപ്ലോമസി ക്ലാസ് തരുന്നവർക്ക് ഞാൻ തിരിച്ച് അവരുടെ ചില ഡിപ്ലോമസികൾ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. UPയുടെ ഭരണകാലത്ത് 26/11 ഭീകരാക്രമണം ഉണ്ടായല്ലോ. അത്രയും വലിയ ഭീകരാക്രമണം ഉണ്ടായിട്ട് പോലും കോൺഗ്രസിന് പാകിസ്ഥാനോടുണ്ടായിരുന്ന സ്നേഹത്തിന് ഒരു കുറവ് സംഭവിച്ചില്ല. ഇത്രയും വലിയൊരു ഭീകരാക്രമണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായതിന് ആഴ്ചകൾക്ക് ശേഷം പാകിസ്ഥാനുമായി ഭാരതം കോൺഗ്രസ് ഭരിക്കുമ്പോൾ ചർച്ച നടത്തി. ഇത്രയും വലിയൊരു ഭീകരാക്രമണം മുംബൈയിൽ ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടും പാകിസ്ഥാൻ്റെ ഒരു ഡിപ്ലോമാറ്റിനെ പോലും ഭാരതത്തിൽ നിന്ന് പുറത്താക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല. പാകിസ്ഥാൻ്റെ ഒരു വിസ ആപ്ലിക്കേഷൻ പോലും ഇവർ റിജക്റ്റ് ചെയ്തില്ല. ഇന്ത്യയിലുള്ള പാകിസ്ഥാനികളുടെ ഒരു വിസ പോലും ക്യാൻസൽ ചെയ്യാൻ പോലും ഇവർ തയ്യാറായില്ല. രാജ്യത്ത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത നിരവധി ഭീകരാക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്തരം നിരന്തര ഭീകരാക്രമണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടും കോൺഗ്രസ് UPA സർക്കാർ പാകിസ്ഥാനെ അവരുടെ മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ ലിസ്റ്റിലാണ് പെടുത്തിയിരുന്നത്. ഒരു വശത്ത് ഭാരതത്തിലെ ജനങ്ങൾ മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ UPA സർക്കാർ പാകിസ്ഥാനുമായി പുതിയ വ്യാപാര കരാറുകൾ ഒപ്പിടുകയായിരുന്നു. പാകിസ്ഥാൻ അപ്പോഴും അവിടെ നിന്ന് രക്തം കൊണ്ട് ഹോളി ഉത്സവം ആഘോഷിക്കുകയായിരുന്നു. അവിടുന്ന് ഭീകരവാദികളെ ഭാരതത്തിലേക്ക് കയറ്റിവിട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതേസമയം UPA സർക്കാർ, കോൺഗ്രസ് പാകിസ്ഥാനെ സ്നേഹം കൊണ്ട് കെട്ടിപ്പുണർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു രക്തവും വെള്ളവും കൂടി ഒരുമിച്ചൊഴുകില്ല എന്ന്. ഒപ്പം ഇന്ത്യയിലുള്ള എല്ലാ പാകിസ്ഥാൻ വിസയും ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ അവരെ തിരിച്ചയച്ചു. ഡിപ്ലോമാറ്റുകളിൽ പകുതി പേരെയും തിരിച്ചയച്ചു. അവരുമായുള്ള എല്ലാ വ്യാപാര കരാറുകളും റദ്ദാക്കി. അതിർത്തി പൂർണ്ണമായി അടച്ചു. ഭാരതത്തിൻ്റെ ഹിതങ്ങൾക്കെതിരായി പ്രവർത്തിക്കുക, ഭാരതത്തിൻ്റെ ഭാഗം നോക്കാതെ കരാറുകൾ ഉണ്ടാക്കുക, ഇത് കോൺഗ്രസ് തുടർന്നു പോരുന്ന രീതിയാണ് പണ്ട് മുതലേ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നെഹ്റു ഉണ്ടാക്കിയ സിന്ധു നദീജല കരാർ. ആരുമായാണ് കരാർ ഉണ്ടാക്കിയത്? ഭാരതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, ആ നദിയും ആ നദിയിലെ ജലവും ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഭാരതത്തിൻ്റെ ചൈതന്യ ശക്തിയാണ് ആ നദികൾ. ഭാരതത്തെ ഇന്നത്തെ ഭാരതമാക്കി മാറ്റുന്നതിന്, ഭാരതത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നദികളാണ് അതൊക്കെ. സിന്ധു നദി
നൂറ്റാണ്ടുകളായി ഭാരതത്തിൻ്റെ സ്വന്തമാണ്, ഭാരതത്തിൻ്റെ അഭിമാനമാണ്. അതിൻ്റെ പേരിലാണ് ഭാരതം തന്നെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ നെഹ്റുജിയും കോൺഗ്രസും ആ സിന്ധു നദിയിലെയും ഝലം നദിയിലെയും ജലം പാകിസ്ഥാന് നൽകുന്നതിന് വേണ്ടി കരാറുണ്ടാക്കി. മധ്യസ്ഥതയ്ക്ക് ആരെ വിളിച്ചു? വേൾഡ് ബാങ്കിനെ വിളിച്ചു. എന്തിന്? നദി നമ്മുടേതാണ്, അതിലെ ജലം നമ്മുടേതാണ്, സ്ഥലം നമ്മുടേതാണ്, അതിൽ വേൾഡ് ബാങ്കിന് എന്ത് കാര്യം? നോക്കൂ ആദരണീയ സഭാപതിജി, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസും നെഹ്റുജിയും ചേർന്ന് ചെയ്ത ആ സിന്ധു നദീജല കരാറുണ്ടല്ലോ, അത് തീർച്ചയായും ഭാരതത്തിൻ്റെ താല്പര്യങ്ങളെ പൂർണ്ണമായും ഹനിക്കുന്ന, ഭാരതത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു കരാറായിരുന്നു. ആദരണീയ സഭാപതിജി, ഞാനിത് ഇവിടെ നിന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ പുതിയ ചെറുപ്പക്കാർ ഇത് കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ടാകും. ഇത്തരത്തിലുള്ള ആളുകളാണോ നമ്മുടെ ഭാരതം ഭരിച്ചിരുന്നതെന്ന് എന്നായിരിക്കും അവർ ചിന്തിക്കുക. നോക്കൂ, സിന്ധു നദീജല കരാർ, നമ്മുടെ ഭാരതത്തിലൂടെ ഒഴുകുന്ന നദികൾ, നമ്മുടെ ജലം, അതിൻ്റെ 80% അധികാരം പാകിസ്ഥാന് വിട്ടു നൽകാനാണ് നെഹ്റുജിയും കോൺഗ്രസും തീരുമാനിച്ചത്. അങ്ങനെയാണ് അവർ കരാറുണ്ടാക്കിയത്. ഇത്രയും ജനസംഖ്യയുള്ള ഇത്രയും വലിയ ഭാരതത്തിന് വെറും 20% ജലം മാത്രം. എന്ത് ചിന്താഗതിയാണിത്? നിങ്ങൾ ആരെങ്കിലും എന്നോടൊന്ന് പറയൂ, ഇതെന്ത് തരത്തിലുള്ള ബുദ്ധിയാണ്? ഇതെന്ത് തരം ചിന്താഗതിയാണ്? ഏത് രാജ്യത്തിൻ്റെ താല്പര്യമാണ് നെഹ്റു സംരക്ഷിച്ചത്? ഇതെന്ത് തരം ഡിപ്ലോമസിയാണ്? നിങ്ങൾ തന്നെ പറയൂ. നിങ്ങളെല്ലാവരും കൂടി എത്ര ദ്രോഹമാണ് ഭാരതത്തിനോട് ചെയ്തത്? ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഇത്രയും വലിയ രാജ്യത്തെ എത്രയോ കർഷകർക്ക് ഉപകാരപ്പെടുമായിരുന്ന ജലമാണ്. 80% നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഭൂമിയിലെ നദിയിലെ ജലം ഭാരതത്തിലെ ജനങ്ങൾ പൂർണ്ണമായും ശത്രുരാഷ്ട്രം എന്ന് വിശ്വസിക്കുന്ന, നമ്മളോട് ചതികൾ മാത്രം ചെയ്ത് പരിചയമുള്ള രാജ്യത്തിന് വിട്ടുകൊടുക്കുകയാണ് നെഹ്റുവും കോൺഗ്രസും ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ നദിയിലെ ജലത്തിലുള്ള അവകാശികൾ ആരാണ്? നമ്മുടെ ഭാരതത്തിലെ പൗരന്മാരല്ലേ? നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരല്ലേ? നമ്മുടെ രാജ്യത്തെ കർഷകരല്ലേ? നമ്മുടെ പഞ്ചാബിനും നമ്മുടെ ജമ്മു കാശ്മീരിനും നമ്മുടെ ഹരിയാനയ്ക്കും ഡൽഹിക്കും രാജസ്ഥാനും ഒക്കെ ലഭിക്കേണ്ട ജലമാണ് നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാന് നെഹ്റു സ്വന്തം ഇഷ്ടപ്രകാരം തീരെഴുതി കൊടുത്തത്. ഭാരതത്തിനെന്താ ജലം ആവശ്യമില്ലായിരുന്നു? ഭാരതത്തിലെന്താ വരൾച്ചയുള്ള ഭൂമിയില്ലായിരുന്നു? ഇന്നും ഭാരതത്തിൽ പല സംസ്ഥാനങ്ങൾ തമ്മിൽ ജലത്തിന് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, നദികൾക്ക് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലാണ് നെഹ്റു ഇത്തരമൊരു പാതകം ചെയ്തത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ചതിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് ദാനം നൽകിയ ആ മഹാന്റെ പേരിലാണ് ഞങ്ങളെ അവർ ഡിപ്ലോമസി പഠിപ്പിക്കുന്നത്. അതിന്റെ സഭാപതിജി, നെഹ്റു ഇത്തരമൊരു കരാർ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ എത്രയോ മേഖലയിൽ നല്ല ജലം ലഭിക്കുമായിരുന്നു. നമ്മുടെ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന ജലലഭ്യതാക്കുറവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുക പോലും വേണ്ടായിരുന്നു. കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി നമ്മുടെ രാജ്യത്തെ എല്ലാ മേഖലയിലേക്കും ആ ജലം ഒഴുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രത്തോളം വലിയ കാർഷിക പുരോഗതി നമുക്ക് നേടിയെടുക്കാമായിരുന്നു. അന്ന് കാലം മുതൽ ചിന്തിച്ചു നോക്കൂ, എത്രത്തോളം വൈദ്യുതി നമുക്കുണ്ടാക്കാമായിരുന്നു ആ ജലം ഉപയോഗിച്ചുകൊണ്ട്. നോക്കൂ അതിന് സഭാപതിജി, ജനങ്ങളിത് അറിയണം. ഇതുകൊണ്ട് അവസാനിച്ചില്ല. ഈ കരാറിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപയും ഭാരതം പാകിസ്ഥാന് നൽകി, നെഹ്റു പാകിസ്ഥാന് നൽകി. എന്തിനു വേണ്ടി? ഈ ജലം ഒഴുക്കിക്കൊണ്ടു പോകാൻ, അവരുടെ രാജ്യത്ത് കനാലുകൾ ഉണ്ടാക്കാൻ ഭാരതം കോടിക്കണക്കിന് രൂപ പാകിസ്ഥാന് നൽകി നെഹ്റുവിൻ്റെ കാലത്ത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രാജ്യം, നമ്മുടെ പൗരന്മാർ പട്ടിണിയിലാണ്. ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ രാജ്യം ഷോക്കായി പോകും. ഇവർ പലതും മൂടി വച്ചിരിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് ഏത് നദിയിലാണെങ്കിലും അണക്കെട്ടുകളുണ്ടാകും. മണ്ണ് നിറഞ്ഞും വൃക്ഷങ്ങളും മറ്റുമൊക്കെ നിറഞ്ഞ് അത് തടസ്സപ്പെടുമല്ലോ പൂർണ്ണമായി. അത് സമയാസമയങ്ങളിൽ വൃത്തിയാക്കുക എന്നുള്ളൊരു രീതിയുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ എല്ലാ ജലസംഭരണികളിലും നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാ അണക്കെട്ടുകളിലും എല്ലാ നദികളിലും നമ്മൾ ചെയ്യുന്നതാണ്, സ്ഥിരമായി ചെയ്യുന്നതാണ്. അതൊരു മെക്കാനിസമാണ്. ഈ കരാറിൻ്റെ ഭാഗമായി നെഹ്റു വീണ്ടും ഒരു ക്രൂരത കൂടി ചെയ്തു. പാകിസ്ഥാൻ പറയുന്നത് കേട്ട് ഈ കരാറിൽ അവരിങ്ങനെ എഴുതി ചേർത്തു, നമ്മുടെ രാജ്യത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദിയിൽ അത് വൃത്തിയാക്കാനുള്ള അവകാശം നമുക്കില്ല എന്ന്. പാകിസ്ഥാൻ്റെ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് നമ്മുടെ നദി വൃത്തിയാക്കാൻ പറ്റൂ എന്ന്. നദി നമ്മുടേത്, ജലം നമ്മുടേത്, ഭൂമി നമ്മുടേത്. പക്ഷേ ആ നദി വൃത്തിയാക്കണമെങ്കിൽ പാകിസ്ഥാൻ പറയണം, പാകിസ്ഥാൻ നിർണയിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇത്തവണ ഈ കരാറിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ കടന്നപ്പോഴാണ് മനസ്സിലാക്കാനായത്, ഒരു ഭാഗത്ത് അഴുക്കുകൾ സംഭരിക്കപ്പെടുന്ന ഒരു ഗേറ്റ് ഉണ്ടല്ലോ, ആ ഗേറ്റ് പാകിസ്ഥാനികൾ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരും തുറന്നു പോലും അകത്തേക്ക് വന്ന് ക്ലീൻ ചെയ്യാതിരിക്കാൻ. പാകിസ്ഥാൻ അവരുടെ താല്പര്യപ്രകാരം നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ നെഹ്റുവിൻ്റെ കയ്യിൽ നിന്നും എഴുതി വാങ്ങിച്ചിരുന്നു. ഈ കരാറിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തൊഴുകുന്ന ഈ നദിയിലെ അഴുക്കുകൾ വൃത്തിയാക്കാനോ മണ്ണ് വാരി മാറ്റാനോ പാകിസ്ഥാൻ്റെ അനുവാദമില്ലാതെ ചെയ്യാൻ പാടില്ല എന്ന്. ഈ കരാർ പൂർണ്ണമായും രാജ്യത്തിനെതിരായിരുന്നു. ആദരണീയ സഭാപതിജി, കുറച്ചു കാലങ്ങൾക്ക് ശേഷം നെഹ്റുവിന് പോലും ഈ തെറ്റുകൾ മനസ്സിലായി. ഈ കരാറിൻ്റെ ഭാഗമായി നിരഞ്ജൻ ദാസ് ഗുലാട്ടി എന്നു പേരുള്ള ഒരാൾ കൂടി ഭാഗമായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: 1961 ഫെബ്രുവരിയിൽ സാക്ഷാൽ നെഹ്റു അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഗുലാട്ടി, എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു സിന്ധു നദീജല കരാർ മറ്റ് പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ നമ്മളിപ്പോഴും മുൻപ് എവിടെയായിരുന്നു അവിടെ തന്നെയാണ്, ഒരു മാറ്റവും ഉണ്ടാക്കാനായില്ല. ഇത് 1961 ഫെബ്രുവരിയിൽ നെഹ്റു ഗുലാട്ടിയോട് പറഞ്ഞതായി ഗുലാട്ടി എഴുതി വച്ചിരിക്കുന്നതാണ്. നെഹ്റു അദ്ദേഹത്തിൻ്റെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്ത ഈ കരാർ കാരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിലും, പക്ഷേ അതിനേക്കാൾ മോശമാണ് ഭാരതത്തിൻ്റെ അവസ്ഥ. ഭാരതത്തെ എത്രയോ വർഷം പിന്നോട്ടടിക്കാൻ ഈ കരാർ കാരണമായി. നമ്മുടെ രാജ്യത്തെ കാർഷിക ഭൂമിക്കാണ് നഷ്ടമുണ്ടായത്, കർഷകർക്കാണ് നഷ്ടമുണ്ടായത്, സാധാരണക്കാർക്കാണ് നഷ്ടമുണ്ടായത്. കാരണം നെഹ്റുവിൻ്റെ മുമ്പിലുള്ള ഡിപ്ലോമസിയിൽ കർഷകർ ഒരു ഭാഗമേ ആയിരുന്നില്ല. അദ്ദേഹത്തിന് ആഗോള ഇമേജ് മാത്രമായിരുന്നു ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് നെഹ്റു ഇത്തരം കരാറുകൾ ഉണ്ടാക്കിയത്. ഭാരതത്തെക്കുറിച്ചോ ഭാരതത്തിലെ പൗരന്മാരെക്കുറിച്ചോ ഭാരതത്തിലെ കർഷകരെക്കുറിച്ചോ അദ്ദേഹത്തിന് ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ്. നെഹ്റുവും കോൺഗ്രസും എത്രത്തോളം പാകിസ്ഥാന് ഫേവറുകൾ ചെയ്തു കൊടുത്തിട്ടും സ്നേഹിച്ചിട്ടും പാകിസ്ഥാൻ തിരിച്ച് ഭാരതത്തോട് വർഷങ്ങളായി തീവ്രവാദവും ഭീകരപ്രവർത്തനവും ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കാലങ്ങളോളം ഭാരതം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ഒരിക്കലും ഈ സിന്ധു നദീജല കരാറിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിരുന്നില്ല. അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് പോലും ആലോചിച്ചിരുന്നില്ല. നെഹ്റു സ്വയം ഏറ്റുപറഞ്ഞ ആ തെറ്റുകൾ തിരുത്താൻ പോലും കോൺഗ്രസ് ശ്രമിച്ചില്ല. പക്ഷേ ആദരണീയ സഭാപതിജി, ഇന്ന് ഈ പുതിയ ഭാരതം പഴയ തെറ്റുകൾ തിരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ ധൈര്യപൂർവം ധീരമായ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇന്നത്തെ ഭാരതം നെഹ്റു ചെയ്ത ആ പഴയ ഹിമാലയൻ വങ്കത്വം, സിന്ധു നദീജല കരാർ എന്ന ഹിമാലയൻ മണ്ടത്തരം രാജ്യത്തിൻ്റെ താല്പര്യം മുൻനിർത്തി, രാജ്യത്തെ കർഷകരുടെ താല്പര്യം മുൻനിർത്തി, രാജ്യത്തെ പൗരന്മാരുടെ താല്പര്യം മുൻനിർത്തി അത് റദ്ദ് ചെയ്തിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് ദോഷം മാത്രമുണ്ടാക്കുന്ന ഈ കരാർ ഇനി ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭാരതം തയ്യാറല്ല. ഈ പുതിയ ഭാരതം തീരുമാനമെടുത്തു കഴിഞ്ഞു. ജലവും രക്തവും ഒരുമിച്ചൊഴുകുകയില്ല, ഒഴുകാൻ അനുവദിക്കുകയില്ല. പ്രതിപക്ഷ നിരയിലിരുന്നു കൊണ്ട് ഗൗരവ് ഗൊഗോയ്, പ്രതിപക്ഷ ഉപനേതാവ്, എന്തൊക്കെയോ കമൻറ്റുകൾ പറയുന്നുണ്ട്. സ്പീക്കർ ഇടപെട്ട് അദ്ദേഹത്തോട് ഇരിക്കാൻ പറയുന്നുണ്ട്. അദ്ദേഹത്തെ ശാസിക്കുന്നതും നമുക്ക് കാണാം. ആദരണീയ സഭാപതിജി, പ്രതിപക്ഷത്തിരിക്കുന്ന ചില ആളുകൾ തീവ്രവാദത്തെക്കുറിച്ച് വളരെ വലിയ വാക്കുകൾ ഈ സഭയിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ഭരിച്ചിരുന്ന സമയത്ത്, ഇവർക്ക് ഈ രാജ്യം ഭരിക്കാൻ അവസരം ലഭിച്ചിരുന്ന കാലത്ത്, അന്ന് രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, രാജ്യം എത്ര ഭയാനകമായ സാഹചര്യത്തിലൂടെ കടന്നുപോയത് എന്ന് രാജ്യം മറന്നിട്ടില്ല. 2014 ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രാജ്യം ഒട്ടും സുരക്ഷിതമായിരുന്നില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് അതിനെക്കുറിച്ച് ഓർത്തെടുക്കുകയാണെങ്കിൽ കേൾക്കുന്നവർ പോലും ഭയന്നു പോകും. ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, രാജ്യത്ത് എവിടെ പോയാലും എവിടെ ആൾക്കൂട്ടമുണ്ടായാലും അവിടെയെല്ലാം അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാകുമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും മാർക്കറ്റുകളിലാണെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയാലും എവിടെ പോയാലും എവിടെ ആൾക്കൂട്ടമുണ്ടെങ്കിലും അവിടെയെല്ലാം ഒരു അനൗൺസ്മെൻറ്റ് വരുമായിരുന്നു. എന്തെങ്കിലും അപരിചിതമായ വസ്തുക്കൾ കാണുകയാണെങ്കിൽ അതിൽ തുടരുത്, പോലീസിനെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം
ചിലപ്പോൾ അത് ബോംബായിരിക്കും, സൂക്ഷിക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ എവിടെയൊക്കെ ആൾക്കൂട്ടമുണ്ടോ അവിടെയെല്ലാം അന്ന് ഭരിച്ചിരുന്ന സർക്കാരിന് നൽകേണ്ടി വന്നിരുന്നു. 2014 വരെ ഈ അനൗൺസ്മെന്റുകൾ കേട്ട ചരിത്രം നമുക്കെല്ലാവർക്കുമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അതറിയില്ലായിരിക്കും. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഈ അവസ്ഥയായിരുന്നു അവർ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. കാരണം ആ സമയത്തെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഏതു ഭാഗത്തും ബോംബ് സ്ഫോടനങ്ങൾ പതിവായിരുന്നു. പക്ഷേ രക്ഷിക്കാൻ ആരും വരുമായിരുന്നില്ല. എന്തെങ്കിലും അപകടമുണ്ടായാൽ രക്ഷപ്പെടേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവർ അനൗൺസ്മെന്റ് ചെയ്തിട്ട് അവരുടെ വഴിക്ക് പോകുമായിരുന്നു. ഇതായിരുന്നു അവരുടെ കാലത്തെ സുരക്ഷാ രീതി. ദുർബലമായ ഈ കോൺഗ്രസ് സർക്കാരുകൾ കാരണം ഭാരതത്തിലെ എത്ര പൗരന്മാരുടെ ജീവനുകളാണ് നഷ്ടമായത്, സ്വത്തുക്കളാണ് നഷ്ടമായത്. ആദരണീയ സഭാപതിജി, തീവ്രവാദത്തെ ശക്തിയുക്തം നേരിടേണ്ടതുണ്ടായിരുന്നു. കഴിഞ്ഞ 11 വർഷത്തിൽ ഞങ്ങളുടെ സർക്കാർ അത് നേരിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളും ഇന്ന് ലഭ്യമാണ്. 2004 മുതൽ 2014 വരെ UPA സർക്കാർ ഭരിക്കുമ്പോൾ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ രാജ്യത്തുണ്ടായിരുന്ന ഭീകരാക്രമണങ്ങളുടെ കണക്കെടുത്താൽ നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷേ കഴിഞ്ഞ 11 വർഷമായി അതിൽ എത്രയോ കുറവുണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഈ സംശയമുണ്ട്, ഈ ചോദ്യമുണ്ട്. കഴിഞ്ഞ 11 വർഷമായി ഞങ്ങൾ ഭരിക്കുമ്പോൾ തീവ്രവാദം ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവരുടെ ഭരണകാലത്ത് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അവരുടെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് തീവ്രവാദികളും തീവ്രവാദവും തഴച്ചു വളർന്നതെന്ന് ഇന്ന് ജനങ്ങൾ സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട്. ആദരണീയ സഭാപതിജി, കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഭാരതത്തിൽ തീവ്രവാദം തഴച്ചു വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ: ഇവരുടെ വർഗീയ പ്രീണന വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ന്യൂഡൽഹിയിൽ ബാട്ല ഹൗസ് എൻകൗണ്ടർ ഉണ്ടായപ്പോൾ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട വലിയ നേതാവിന്റെ കണ്ണുകളിൽ കണ്ണീര് വന്നു തീവ്രവാദി കൊല്ലപ്പെട്ടപ്പോൾ. എന്നിട്ട് വോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ആ കണ്ണീര് വന്ന ഫോട്ടോ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തിച്ചു. സോണിയാഗാന്ധി ഒരു തീവ്രവാദി കൊല്ലപ്പെട്ടപ്പോൾ കരഞ്ഞ കഥയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. ആദരണീയ സഭാപതിജി, 2001 പാർലമെന്റിലേക്ക് ഭീകരാക്രമണം ഉണ്ടായി. ആ സമയത്ത് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പാർലമെന്റ് ഭീകരാക്രമണ കേസിലെ പ്രതിയായിട്ടുള്ള അഫ്സൽ ഗുരുവിന് ബെനിഫിറ്റ് ഓഫ് ഡൗട്ടിന്റെ കാരുണ്യം നൽകാൻ ശ്രമിച്ചു. അതിനുവേണ്ടി സംസാരിച്ചു. മുംബൈയിൽ നവംബർ 26 ഇത്രയും വലിയ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഒരു പാകിസ്ഥാനി തീവ്രവാദിയെ ജീവനോടെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. ലോകത്തെ എല്ലാ രാജ്യങ്ങളും മാധ്യമങ്ങളും, എന്തിന് പാകിസ്ഥാനും പാകിസ്ഥാന്റെ മാധ്യമങ്ങളും പോലും അത് അംഗീകരിച്ചു, ജീവനോടെ പിടിക്കപ്പെട്ടയാൾ പാകിസ്ഥാനിയാണെന്ന്. പക്ഷേ ഇത്രയും വലിയ ഒരു ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഭാരതത്തിൽ ഉണ്ടായിട്ടും ആ സമയത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കൾ ആ തീവ്രവാദിക്ക് ഹിന്ദു തീവ്രവാദത്തിന്റെ പരിവേഷ നൽകാനാണ് ശ്രമിച്ചത്. അതിനുവേണ്ടി പരമാവധി പരിശ്രമിച്ചു. രാജ്യം ഭരിക്കുന്ന കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാവ് ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തോട് പറയാൻ ശ്രമിച്ചത് ഭാരതത്തിൽ നടന്നത് ഹിന്ദു തീവ്രവാദികളുടെ അറ്റാക്കാണെന്നാണ്. കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനോട് ഇങ്ങനെ വരെ പറയുന്ന സാഹചര്യം ഉണ്ടായി: ലഷ്കർ ഇ തയ്യബയേക്കാൾ ഭീകരമായത് ഭാരതത്തിലുള്ള ഹിന്ദു ടെററിസ്റ്റ് ഗ്രൂപ്പാണെന്ന്. വർഗീയ പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ കോൺഗ്രസ് അവർ ഭരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും എല്ലാം നമ്മുടെ ഭാരതത്തിന്റെ തിലകക്കുറിയായ ജമ്മു കാശ്മീരിൽ ഭാരതത്തിന്റെ ഭരണഘടന, പൂജനീയ അംബേദ്കർജി എഴുതിയ ഭരണഘടന എടുത്തു വെക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് കാശ്മീരിൽ ഒരു വിലയും ഉണ്ടായിരുന്നില്ല, അവിടെ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. വർഗീയ പ്രീണനത്തിന് വേണ്ടി, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് എല്ലാ കാലത്തും തീവ്രവാദികളോട് മൃദു സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ആദരണീയ സഭാപതിജി, വർഗീയ പ്രീണനത്തിന് വേണ്ടി, അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി തീവ്രവാദവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ പോലും ഇവർ ഇളവുകൾ വരുത്തി ദുർബലമാക്കി. അതിനെക്കുറിച്ച് വളരെ വിശദമായി ഇതേ സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദരണീയ സഭാപതിജി, ഈ സമ്മേളന കാലത്തിന്റെ തുടക്ക ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഞങ്ങളുടെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും, അതായത് ഞങ്ങളുടെ ആശയങ്ങളോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും ഭാരതത്തിന്റെ
രാജ്യ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ഹൃദയവും മനസ്സും ഒരുപോലെ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഞാൻ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ പറഞ്ഞിരുന്നു. ലോകത്തിലാകെ പല രാജ്യങ്ങളിലേക്കും ഭാരതത്തിൻ്റെ പ്രതിനിധി സംഘത്തെ അയച്ച് ഭാരതത്തിൻ്റെ ഭാഗം വ്യക്തമാക്കാൻ നമ്മൾ ശ്രമിച്ചു. ആ സമയത്ത് ലോകത്താകെ നിന്ന് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് അനുകൂലമായി ഒരു സിന്ദൂർ സ്പിരിറ്റ് നമുക്ക് കാണാനായി. ആ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയുമുള്ള എല്ലാ അംഗങ്ങളോടും എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ ഈ സമയത്ത് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ ഭാരതത്തിൻ്റെ ഭാഗം ലോകത്തിനു മുമ്പിൽ വ്യക്തമാക്കി കൊടുത്തു. പക്ഷേ എനിക്ക് അപ്പോഴും ഒരു ദുഃഖമുണ്ടായി. എനിക്ക് വളരെ വലിയ നിരാശയും അമ്പരപ്പും തോന്നി. അപ്പോഴും കോൺഗ്രസിലെ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ വയറ്റിൽ വെപ്രാളമായിരുന്നു, വേദനയായിരുന്നു. ഭാരതത്തിൻ്റെ ഭാഗം ഭാരതം ലോകത്തോട് പറയുന്നത് കോൺഗ്രസിലെ പലർക്കും ഇഷ്ടമായിരുന്നില്ല. അതിഷ്ടപ്പെടാത്തത് കൊണ്ടാവാം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കും ഈ സഭയിൽ സംസാരിക്കാനുള്ള അനുമതി പോലും കോൺഗ്രസ് നൽകിയില്ല. ശശി തരൂരിന് സംസാരിക്കാൻ അവസരം കൊടുക്കാത്തതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആദരണീയ അധ്യക്ഷ ജി, ഞാൻ അങ്ങയിലൂടെ അവരോട് അപേക്ഷിക്കുകയാണ്, ഈ മാനസിക സ്ഥിതിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. ആദരണീയ സഭാപതി ജി, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു പങ്ക്തി കൂടി ചൊല്ലി ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. आदरणीय अध्यक्ष जी, करो चर्चा और इतनी करो चर्चा और इतनी करो कि दुश्मन दहशत से दहल उठे। रहे ध्यान बस इतना ही मान सिंदूर और सेना का प्रश्नों में भी अटल रहे। हमला मां भारती पर हुआ अगर तो प्रचंड प्रहार करना होगा। ശത്രു എത്ര ദൂരെയുള്ളതാണെങ്കിലും അടുത്തുള്ളതാണെങ്കിലും നമ്മുടെ ജന്മഭൂമിക്ക് ഒരപകടമുണ്ടായാൽ ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് ആ ശത്രുവിനെതിരെ പോരാടാൻ മനസ്സ് കാണിക്കണം. എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ്: വെറും ഒരു കുടുംബത്തിൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങൾ പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്നത് അവസാനിപ്പിക്കണം. ഇത് രാജ്യത്തിൻ്റെ വിജയം ആഘോഷിക്കുന്ന സമയമാണ്. കോൺഗ്രസ് ആ സമയം ഭാരതത്തെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. കോൺഗ്രസ് നിങ്ങൾ തുടരുന്ന തെറ്റുകൾ അവസാനിപ്പിക്കണം, തിരുത്തണം. ആദരണീയ സഭാപതി ജി, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ഭാരതത്തിലെ ജനങ്ങളോട് സ്പഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്നു: തീവ്രവാദത്തിൻ്റെ നഴ്സറിയിൽ തന്നെ തീവ്രവാദത്തിൻ്റെ വിത്തുകൾ ഞാൻ കുഴിച്ചു മൂടും. ഇനി ഒരിക്കലും ഭാരതത്തിൻ്റെ ഭാവി വെച്ച് കളിക്കാൻ പാകിസ്ഥാനെ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു: ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ തുടരും. ഇത് ഞാൻ ഇവിടെ ഒന്നുകൊണ്ട് പറയുന്നത് തീർച്ചയായും പാകിസ്ഥാന് കൂടിയുള്ള വാണിംഗ് തന്നെയാണ്. പാകിസ്ഥാൻ എന്നുവരെ ഭാരതത്തിനെതിരെയുള്ള ഈ യുദ്ധം, ഈ കളി, ഈ ഭീകരവാദ പ്രവർത്തനം അവസാനിപ്പിക്കുന്നോ അതുവരെയും ഭാരതത്തിൻ്റെതായ രീതിയിൽ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കും, മറുപടി നൽകിക്കൊണ്ടേയിരിക്കും. അത് അനുഭവിക്കേണ്ടി വരും. ഭാരതത്തിൻ്റെ ഭാവി കൂടുതൽ സുരക്ഷിതവും ശക്തവുമാക്കുക, സമൃദ്ധമാക്കുക, സമ്പൽ സമൃദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക. ഇത് ഞങ്ങളുടെ ദൃഢനിശ്ചയമാണ്. ഇതിൽ നിന്ന് ഞങ്ങളെ പിന്നോട്ടടിക്കാൻ ആർക്കും സാധ്യമല്ല. അത് അകത്തുള്ള ശത്രുക്കൾക്കായാലും പുറത്തുള്ള ശത്രുക്കൾക്കായാലും അത് ഒരിക്കലും സാധ്യമാവില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ നിന്നുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു.